ഗുഡ് മോർണിംഗ് ഓൾ. നമുക്കിനി ഫ്ലൈ വീലിൽ ഒരു ചെറിയൊരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈ വീലിൻ്റെ പോർഷൻ ഓവറാവും. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് പോർഷൻ ഡയമെൻഷൻ ഓഫ് ദ ഫ്ലൈ വീൽ. ഓക്കെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈ വീലിൻ്റെ ഡയമെൻഷൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലൈ വീലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, അതിൻ്റെ ബ്രെഡ്ത്ത് എന്താണ്, തിക്നെസ് എന്താണ്, അതാണ് മെയിനായിട്ട് ഡയമെൻഷൻ ഓഫ് ദ ഫ്ലൈ വീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ഡയമെൻഷൻ ഓൾറെഡി നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസിലെല്ലാം പറയുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന് ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലൈ വീൽ കൺസിഡർ എ ഫ്ലൈ വീൽ ഓഫ് റേഡിയസ് ആർ. ഓക്കെ, മീൻ റേഡിയസ് ആർ. ഓക്കെ, അതിനകത്ത് നമ്മൾ ഒരു ചെറിയ എലമെൻ്റ് എടുക്കുക, ഈ ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, കൺസിഡർ എ സ്മോൾ എലമെൻറ്റ് ഇൻ ദ ഫ്ലൈ വീൽ. ഓക്കെ, വിച്ച് ഈസ് സബ്റ്റൻഡ് ആൻ ആംഗിൾ ഓഫ് ഡി തീറ്റ. അത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, ഇത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഡി തീറ്റ എന്ന് വിചാരിക്കുക. പിന്നെ അതിനകത്ത് ഒരു കുറേ കൺസിഡർ ഫ്ലൈ വീൽ, അതിൻ്റെ ഡയമീറ്റർ, മീൻ ഡയമീറ്റർ ഡി ആണ്, മീൻ റേഡിയസ് ആർ ആണ്. ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു ഫ്ലൈ വീൽ തന്നിട്ടുണ്ട്. ഫ്ലൈ വീൽ നമ്മൾ എക്സ് എന്നുള്ള സെക്ഷൻ എടുത്തുള്ളൂ. എക്സ് എന്നുള്ള സെക്ഷൻ വെച്ചിട്ട് ഫ്ലൈ വീൽ കട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? ക്രോസ് സെക്ഷൻ നോർമലി നമുക്കൊരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിട്ട് വരിക. നിങ്ങൾ നോക്കിയുള്ളൂ, നമ്മൾ എക്സ് എന്നുള്ള പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലൈ വീൽ, നിങ്ങളൊരു ടയർ എടുക്കുക, ടയർ എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്ത് നോക്കുമ്പോഴെന്താ നമുക്ക് കിട്ടുന്നത്? അതിൻ്റെ ക്രോസ് സെക്ഷൻ ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള ഒരു ക്രോസ് സെക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു ഡയമെൻഷൻ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ്, ഇതിൻ്റെ തിക്നെസ് എത്രയാണ്. ഇതാണ് നമ്മളോട് ഈ ഡയമെൻഷൻ എന്നുള്ള ടേം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രോസ് സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന എക്സ് എന്നുള്ള പ്ലെയിനിൽ വെച്ച് ഏതൊരു പ്ലെയിനിലും, ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാം, ഏതൊരു പ്ലെയിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ആ ഒരു പ്ലെയിനിൽ വെച്ചിട്ട് കിട്ടുന്ന അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ, അതാണ് എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈ വീലിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി ആൻഡ് എൻ ഈസ് ദ സ്പീഡ് ഓഫ് ദ ഫ്ലൈ വീൽ. ഒമേഗ ഈസ് ദ ആംഗുലർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി ടൈമിൽ പറയുമ്പോൾ എങ്ങനെ വരിക? ആർ ഒമേഗ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് πdn/60 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആൻഡ് വേർ സിഗ്മ ഈസ് ദ ടെൻസൈൽ സ്ട്രെസ് ഓർ ഹൂപ്പ് സ്ട്രെസ്, അല്ലെങ്കിൽ ടെൻസൈൽ അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയാം, ഡ്യൂ ടു ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ടെൻസൈൽ സ്ട്രെസ് എന്താണ്, ഹൂപ്പ് സ്ട്രെസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നിങ്ങൾ പറഞ്ഞാണ്. നമുക്കൊരു സിലിണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പ്രഷർ, ഡ്യൂ ടു ദ ഫ്ലൂയിഡ് പ്രഷർ, രണ്ട് വിധത്തിലെ സിലിണ്ടർ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്നില്ലെങ്കിൽ അത് ലെങ്ത് വൈസ് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ക്രോസ് സെക്ഷണൽ വൈസ് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് വൈസ് ബ്രേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക? സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഓർ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുക. ഇതിൻ്റെ സർക്കംഫറൻസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ അവിടെ എടുക്കുന്ന സ്ട്രെസ്, അവിടെ വരുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഓർ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയാം. ഇവിടെ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഹൂപ്പ് സ്ട്രെസ് വരാൻ കാരണം ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഇത് ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യാൻ കാരണം ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് ഫ്ലൈ വീൽ ബ്രേക്ക്, ഏതെങ്കിലും ഒരു പ്ലെയിൻ വെച്ചിട്ട് വേണമെങ്കിൽ ഫ്ലൈ വീൽ ബ്രേക്ക് ആവാം. അങ്ങനെ ബ്രേക്ക് ആവാതിരിക്കാനായിട്ട് അതിനകത്ത് ഇപ്പോൾ ഈ ഒരു പ്ലെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ബ്രേക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രണ്ട് ക്രോസ് സെക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഓർ ടെൻസൈൽ സ്ട്രെസ് ഓർ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദ ഫ്ലൈ വീൽ ഹാസ് എ ടെൻഡൻസി ടു ബേഴ്സ്റ്റ് എലോങ് ദിസ് പ്ലെയിൻ, ബട്ട് ഡ്യൂ ടു ദ സർക്കംഫറൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സ്, അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സ്, അങ്ങനെ ബേഴ്സ്റ്റ് ചെയ്യാൻ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഓർ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്താണ്, നമ്മൾ അതിനെ റെസ്റ്റ് ചെയ്ത് പിടിച്ചെടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഒരു ഫോഴ്സ് കൊണ്ടാണ് ഫ്ലൈ വീൽ ബ്രേക്ക് ആവുന്നില്ല. ഫ്ലൈ വീൽ അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ തന്നെയും ഫ്ലൈ വീൽ അതിൻ്റെ പൊസിഷനിൽ അത് മെയിൻറ്റെയിൻ, അത് ബ്രേക്ക് ആവാൻ നിൽക്കുന്നുണ്ട്. അത് ബ്രേക്ക് ആവാൻ നിൽക്കുന്നത് ഇതുപോലത്തെ ഒരു ഇൻറ്റേർണൽ ഫോഴ്സുകൾ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇൻറ്റേർണൽ ഫോഴ്സ്, ലെറ്റ് ദ ഫോഴ്സ് ബി, രണ്ട് സൈഡിലും ഇവിടെയാണ് ഫ്ലൈ വീൽ ബ്രേക്ക് ആവാൻ, രണ്ട് സെക്ഷൻ, ഇത് ഹോളോ ആണ് ഈ ഒരു പോർഷൻ. അപ്പോൾ ഇവിടെയാണ് ഫ്ലൈ വീൽ ഹൂപ്പ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അതിനകത്തൊരു ഇൻറ്റേർണൽ ഫോഴ്സ്, പി എന്നുള്ള ഇൻറ്റേർണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഷുഡ് ബി ന്യൂമറിക്കലി ഈക്വൽ ടു ദ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഓർ ഹൂപ്പ് സ്ട്രെസ്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. കൺസിഡർ എ സ്മോൾ എലിമെൻറ്റ് ഓഫ് ദ നമ്മൾ ഷെയ്ഡഡ് പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ആ ഒരു ഷെയ്ഡ് പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ നമ്മൾ വോളിയം നോക്കുക. വോളിയം നോക്കുമ്പോൾ എന്താ വരിക, ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ഇതിൻ്റെ ഒരു നമ്മൾ ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ എടുക്കുക. ക്രോസ് സെക്ഷൻ ഏരിയ നിങ്ങൾക്ക് ചെയ്യാമെന്നൊക്കെ ഓൾറെഡി അറിയാം. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇവിടുത്തെ തിക്നെസ് സ്റ്റിച്ച് ചെയ്താൽ മതി. ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഏതാ വരിക, R ഇൻറ്റു ഡി തീറ്റ. ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ എലിമെൻറ്റ്. അത് നമ്മൾ ആ സ്മോൾ എലിമെൻറ്റ് വോളിയം എടുക്കുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു അതിൻ്റെ തിക്നെസ് എടുക്കുമ്പോൾ നമുക്ക് R ഇൻറ്റു ഡി തീറ്റ എന്ന് വരും. സോ ദാറ്റ് ഈസ് ദ volume of that element. Okay, next one we have to consider the mass. അടുത്ത് നമ്മൾ മാസ് നോക്കാം. മാസ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഡെൻസിറ്റി റോ ആണെന്ന് നമുക്കറിയാം. സോ മാസ് ഓഫ് ദാറ്റ് എലിമെൻറ്റ് dm is equal to rho a r into ഡെൽറ്റ തീറ്റ. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്കറിയാലോ, എങ്ങനെയായിരിക്കും, mr omega square. അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് m അറിയാം, ഇപ്പോൾ സ്മോൾ എലിമെൻ്റ് ആയിരുന്നു dm അറിയാം. സോ centrifugal force generated in that small element df should be equal to dmr omega square. dm ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, rho a r square omega square dou theta അത് വരും. സോ ദാറ്റ് ഈസ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഇൻ ദ സ്മോൾ എലിമെൻറ്റ്. നമ്മൾ കൺസിഡർ ചെയ്ത സ്മോൾ എലിമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലൈവീൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഈ ഒരു ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വേണമെന്നുണ്ടെങ്കിലോ, ഇഫ് യു വാണ്ട് ദ ടോട്ടൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം ഹിയർ ടു ഹിയർ. ഇവിടെ തൊട്ട് ഇവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം ഹിയർ ടു ഹിയർ. അപ്പോൾ എന്ത് വരിക, 0 to pi നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഈ ഒരു ഫോഴ്സിനെ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന മൊത്തം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ഉള്ളത് ഈ ഒരു സ്മോൾ എലിമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാത്രമാണ് നമുക്കുള്ളത്. നമുക്ക് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഫ്രം തീറ്റയുടെ വാല്യൂ ആണ് വേരി ചെയ്യുന്നത്. തീറ്റ വേരീസ് ഫ്രം, ഇവിടെ നമുക്ക് വേരിയബിൾ തീറ്റയാണ്. തീറ്റ വേരീസ് ഫ്രം 0 to pi നിങ്ങൾ വേരി ചെയ്തിട്ട് ഇന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കിട്ടും. സോ ഫോർ ദ ടോട്ടൽ അതിനു മുമ്പ് ഇതിൽ തന്നെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റിസോൾവ് ചെയ്യാം. ദിസ് ഡി എഫ് ഈസ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഫ്ലൈവീല് ബേസ്റ്റ് ആവാനായിട്ടുള്ള കാരണമായിട്ടുള്ള ഫോഴ്സുകളാണ് എലോങ് ദിസ് ഡയറക്ഷൻ. എലോങ് ഇൻ ദ ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് വന്നാലാണ് ഫ്ലൈവീല് ഈ ഒരു പ്ലെയിനിൽ ബ്രേക്ക് ആവുക. സോ നമ്മൾ ഈ ഫോഴ്സിനെ തന്നെ, ഈ ഡി എഫ് എന്നുള്ള ഫോഴ്സിനെ തന്നെ നമ്മൾ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ റിസോൾവ് ചെയ്യും. ഒന്ന് ഈ കോസ് കമ്പോണൻ്റ്, ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. സോ നമുക്ക് വേണ്ടത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. അതുകൊണ്ടാണ് അവർ വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുക്കുന്നത്. വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ഡി എഫ് ഈസ് ഡി എഫ് സൈൻ തീറ്റ. ആ വെർട്ടിക്കൽ കമ്പോണൻ്റാണ് ഫ്ലൈവീലിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൂപ്പ് സ്ട്രെസ്, അല്ലെങ്കിൽ ഫ്ലൈവീൽ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് കമ്പോണൻ്റ് ആ ഒരു ഫോഴ്സ് കൊണ്ടും ബ്രേക്ക് ആവാം, പക്ഷേ അത് വരുന്നത് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ്സാണ് വരുന്നത്. അല്ലെങ്കിൽ ഓക്കെ, അപ്പോൾ അതല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ഹൂപ്പ് സ്ട്രെസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുത്തു, ദാറ്റ് ഈസ് ഡി എഫ് സൈൻ തീറ്റ. സോ ഡി എഫ് എന്നുള്ളത് റോ എ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡോ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞു. സോ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് റോ എ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to pi സൈൻ തീറ്റ ഡി തീറ്റ. സൈൻ തീറ്റ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ വരും. സോ ഇതിനെ 0 to pi ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമ്മൾ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് 2 rho എ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വരും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത്, ഇതാണ് ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന, ഇതാണ് ഫ്ലൈവീൽ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് ഫ്ലൈവീൽ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് നോക്കുകയാണ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ടു ബാലൻസ് ദാറ്റ്, അപ്പോൾ ഈ ഒരു ഫോഴ്സ് കൊണ്ട് എന്തുണ്ടാവും, ഫ്ലൈവീൽ ഹാസ് എ ടെൻഡൻസി ടു ബ്രേക്ക് അലോങ് ദിസ് പ്ലെയിൻ. ഈ ഒരു പ്ലെയിനിൽ വെച്ചിട്ട് ഫ്ലൈവീലിൽ ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു പ്ലെയിനിൽ ഒരു സ്ട്രെസ് ജനറേറ്റ് ആവും. ദാറ്റ് സ്ട്രെസ് ഈസ് നോൺ ആസ് ദ ഹൂപ്പ് സ്ട്രെസ്. സോ ഫ്ലൈവീൽ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻറ്റേർണൽ ഫോഴ്സ്, ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്, ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ എക്സ്റ്റേണലി അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആയിട്ട് ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അതാണ് പി വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഫോഴ്സ് ഈസ് പി. രണ്ട് സൈഡിലും ജനറേറ്റ് ചെയ്യും. സോ ടോട്ടൽ ഫോഴ്സ് ഈസ് 2p വരും. ഓക്കെ, ദ വെർട്ടിക്കൽ അപ്വേർഡ്, അതാണ് അടുത്ത സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. ദ വെർട്ടിക്കൽ അപ്വേർഡ് ഫോഴ്സ് ഈസ് will produce tensile stress. അതാണ് ടെൻസൈൽ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈസ് റെസിസ്റ്റഡ് ബൈ ദിസ് ഫോഴ്സ്. ആ ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് കൊണ്ട്, അതാണ് 2p എന്ന് പറയുന്നത്. 2p എന്ന് പറയുന്നത് ആണ് ആ റെസ്റ്റി ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം, 2p ഈസ് ഈക്വൽ ടു, പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്ട്രെസ്സിൻ്റെ ടൈമിൽ എഴുതാം. ദാറ്റ് ഈസ് ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ അവിടുത്തെ ഏരിയ. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഡെവലപ്പ് ആവും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 2p എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ
ആ ഹൂപ്പ് സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോഴ്സാണ്. സോ നമുക്ക് ഇതിൻ്റെ സ്ട്രെസ്സിൻ്റെ ടൈമിൽ എഴുതുകയാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഏരിയ ഗിവ്സ് ദ ലോഡ്. സോ അവിടെ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ് ഹൂപ്പ് സ്ട്രെസ് ആണ്. സോ 2 സിഗ്മ ഇൻറ്റു എ, വേർ സിഗ്മ ഇസ് ദ ഹൂപ്പ് സ്ട്രെസ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ എക്സ്റ്റേണലി. അതെന്താണ് എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡിന് ഈക്വൽ ആയിട്ട് വരും. അപ്പോഴാണ് അത് ഇക്വിലിബ്രിയത്തിലിരിക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഈ ഒരു വാല്യൂ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലൈവീൽ ആ ഒരു പ്ലെയിൻ വെച്ചിട്ട് ബ്രേക്ക് ആയി പോകും. അപ്പോൾ അത് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൂടുതലായിരിക്കണം. സോ നമ്മൾ ഈക്വൽ ആണ് അസ്യൂം ചെയ്തു. ഈക്വൽ ആണ് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം 2 ക്യാൻസൽ ആൻഡ് എ ക്യാൻസൽ. സോ യു ഗോട്ട് സിഗ്മ ഇസ് ഈക്വൽ ടു rho into r square omega square. So what is r omega? R omega is the linear velocity. Okay, r omega is the linear velocity v. So rho v square nu varum. So we can, from this we can calculate the linear velocity, that is root of sigma into rho nu varum. Sigma into rho. ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ ഇക്വേഷൻ തന്നെ പലതായിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. വി നോ ദാറ്റ് മാസ് ഓഫ് ദ റിംഗ്, മാസ് നിങ്ങൾക്ക് അറിയാം. പിന്നെ നമുക്ക് ആ പ്രോബ്ലത്തിൽ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇത് ഹൂപ്പ് സ്ട്രെസ് ആക്കി തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഹൂപ്പ് സ്ട്രെസ് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട ഡയമെൻഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. വോളിയം ഇൻറ്റു പൈ ഡി എ വോളിയം, ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പല പല റീഅറേഞ്ച്മെൻറ്റ്, ഏരിയനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം. ഏരിയ എന്ന് പറയുന്ന ബ്രെഡ്ത്തിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ പല പല റീഅറേഞ്ച്മെൻറ്റുകളാണ്. അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്, ഡയമെൻഷൻ ഓഫ് ദ ഫ്ലൈ വീൽ. ഇത് ചോദിക്കില്ല, ചോദിച്ചിട്ടൊന്നുമില്ല ഡയമെൻഷൻ, എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം സിമ്പിളാണ്. നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം കൂട്ട് തന്നെയാണ്. ചെറിയൊരു ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും, ഡയമെൻഷൻ കണ്ടുപിടിക്കാനെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ നോക്കിക്കോളൂ. മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഈസ് റൺ അറ്റ് എ സ്പീഡ് ഓഫ് 600 RPM. On drawing the turning moment diagram to a scale of 1 mm is equal to 250 Newton meter and 1 mm is equal to 3 degree, the area above and below. അപ്പോൾ ടേണിംഗ് മൊമെൻറ്റിൻ്റെ ഏരിയ തന്നേക്കാണ് എബോവ്. മൾട്ടി സിലിണ്ടർ എഞ്ചിനാണ്. സോ ഇങ്ങനെയായിരിക്കും നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുക. സോ the speed is within the plus or minus 1% of the mean speed. Calculate the necessary moment of inertia of the flywheel. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഈ സെക്കൻഡ് പാർട്ടിൽ ഡിറ്റർമിൻ ദ സ്യൂട്ടബിൾ ഡയമെൻഷൻ ഓഫ് എ റെക്ടാങ്കുലർ ഫ്ലൈവീൽ റിംഗ് ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് ട്വൈസ് ദ തിക്നെസ്. ഓക്കെ, ബ്രെഡ്ത്ത് ഈസ് ട്വൈസ് ദ തിക്നെസ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാണ്. നമ്മൾ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ആൻഡ് ഡെൻസിറ്റി ഓഫ് ദി കാസ്റ്റൻ, ഡെൻസിറ്റി ഫ്ലൈവീൽ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി എന്നുണ്ട്. അതുപോലെ തന്നെ ഹൂപ്പ് സ്ട്രെസ് എന്നുണ്ട് 6 MPa, 6 × 10⁶ Nm/m². ഓക്കെ, and assume the ring contributes 92% of the flywheel effect. ഓക്കെ, അപ്പോൾ ഫ്ലൈവീലിൽ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ നോക്കാം. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, T-θ ഡയഗ്രാം വരച്ചു. എബോവ് ആൻഡ് ബിലോ ഉള്ള ഫസ്റ്റ് 160 വരച്ചു, 172, 168, അങ്ങനെ ഓരോ ഏരിയ റെപ്രസെൻറ്റ് ചെയ്തു. നമുക്ക് അടുത്ത ഡെൽറ്റ ഇ, നമുക്ക് വേണ്ടത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു I⍵² CS. ഓക്കെ, I⍵² CS, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് ഇവിടെ നിന്ന് ഐ വേണമെങ്കിൽ നമുക്ക് ഡെൽറ്റ ഐ വേണം. ഡെൽറ്റ ഐ നിങ്ങൾക്ക് അറിയാലോ. അടുത്ത സ്റ്റാർട്ടിങ് assume the energy BE at point B, energy BE plus 160. അങ്ങനെ നമ്മൾ എനർജി എഴുതും. എന്നിട്ട് നമ്മൾ മാക്സിമം എനർജി മൈനസ് മിനിമം എനർജി ഗീവ്സ് ദ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. സോ നമുക്ക് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി 197 വന്നു. നമുക്ക് ആ പർട്ടിക്കുലർ സ്കെയിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മളൊരു സ്കെയിൽ തന്നിട്ടുണ്ട് 1 mm = 250, 1 mm 3 degree. അതിന് ആ പർട്ടിക്കുലർ സ്കെയിൽ ഇതാ 13.1 വരും. 250 ഇൻറ്റു 3 degree എന്ന് പറയുമ്പോൾ π/60 വെച്ച് മൾട്ടിപ്പിൾ നമുക്ക് 13.1 Nm എന്ന് വരും. 1 mm² എന്ന് പറയുന്നത് 13.1 Nm ആണ്. സോ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 197 mm² ആണ്. സോ അത് നമ്മൾ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 9.81 ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. എന്നിട്ട് നമുക്ക് അവിടെ നിന്നൊക്കെ ഇത് കിട്ടി. ദിസ് ഈസ് ദ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഇതാണ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. സോ I is equal to 32.7 kg/m² എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡയമെൻഷൻ. നമുക്ക് ഡയമെൻഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാവുന്ന ഇക്വേഷൻ, നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻസ്, ലീനിയർ വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. V is equal to √σ/ρ. ഓക്കെ, അതിനകത്ത് നമുക്ക് ഹൂപ്പ് സ്ട്രെസ് അറിയാം. ഇതിൻ്റെ ഡെൻസിറ്റി നമുക്ക് തന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഹൂപ്പ് സ്ട്രെസ് എത്ര, ഈ ഒരു ഇക്വേഷൻ ആണ് ഈ ഒരു റീഅറേഞ്ച് ചെയ്തവർ എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ്
6 into hoop stress ആണ് 6 into v square rho into v square should be equal to sigma എന്ന് വരും, where sigma is the hoop stress, that is 6 into 10⁶ Newton per meter square into rho v square. Rho നമുക്കറിയാം, so we can calculate the value of v നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, v കാൽക്കുലേറ്റ് ചെയ്താൽ v കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് v കിട്ടി. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് v is equal to pi dn/60. അവിടെ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് ഡയമീറ്ററും കിട്ടും. ഡയമീറ്റർ is equal to 0.92 മീറ്റർ എന്ന് കിട്ടി. ഇനി ഫൈൻഡ് ദ ഇനി നമ്മൾ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്, സിൻസ് ദ റിം കോൺട്രിബ്യൂട്ട്സ് 92% ഓഫ് ദ ഫ്ലൈ വീൽ എഫക്റ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു റിമ്മിൻ്റെ ഡയമെൻഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് റിം ആണ് 92%, റിം ഓൺലി കോൺട്രിബ്യൂട്ട്സ് ഓൺലി 92% ഓഫ് ദ ഫ്ലൈ വീൽ എഫക്റ്റ്. ഫ്ലൈ വീൽ എഫക്റ്റിൻ്റെ റിമ്മിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 92% ആണ്. അപ്പോൾ നമ്മൾ ഫുൾ 100% ഫ്ലൈ വീലിൻ്റെ ബാക്കി പാർട്ട് കൂടി ചേർത്താണ് നമുക്ക് എന്ത് വരുന്നത് 100% വരുന്നത്. പക്ഷേ ഇൻ ദിസ് പർട്ടിക്കുലർ നമുക്കറിയാലോ ഫ്ലൈ വീലിൻ്റെ നിങ്ങൾ നോക്കിയാൽ മതി, ഫ്ലൈ വീലിൻ്റെ ഞാൻ മുമ്പ് അതിൻ്റെ ഡയമെൻഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫ്ലൈ വീല് അതിൻ്റെ ഹബ്ബും റിമ്മും എല്ലാം കൂടി ചേർന്നാണ് ഫ്ലൈ വീൽ വരുന്നത്. പക്ഷേ നമ്മളിവിടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫ്ലൈ വീലിൻ്റെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലൈ വീൽ റിമ്മിൻ്റെയാണ് നമ്മൾ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫ്ലൈ വീൽ റിം മാത്രം കൺസിഡർ ചെയ്താൽ ബാക്കിയുള്ള ഹബ്ബും ബാക്കിയുള്ള അതിൻ്റെ പാർട്ടുകളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ അതിനുകൊണ്ടാണ് അവർ തന്നിരിക്കുന്നത് ദ ഫ്ലൈ വീൽ കോൺട്രിബ്യൂട്ട്സ് ദ റിം കോൺട്രിബ്യൂട്ട്സ് 92% ഓഫ് ഫ്ലൈ വീൽ എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ ടോട്ടൽ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയുടെ 92% ആണ് എന്ത് ചെയ്യുന്നത് ഫ്ലൈ വീൽ റിമ്മ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ റിമ്മിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഇതാണ്. സോ അത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ സോ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു mv²cs. ഈ mr⍵²cs എന്നുള്ളത് r⍵ എന്നുള്ളത് ഞാൻ v എന്ന് എടുത്തു. സോ mv²cs എന്ന് നമുക്ക് കിട്ടും. സോ ഫ്രം ഹിയർ വി ക്യാൻ കാൽക്കുലേറ്റ് ദ മാസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. v ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് മാസ് നമുക്ക് കിട്ടി. മാസ് 143 കിലോഗ്രാം കിട്ടി. നമുക്ക് മാസ് അറിയാലോ, മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. സോ വോളിയം എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ പൈ ഡി ഇൻറ്റു എ. ഓക്കെ, പൈ ഡി ഇൻറ്റു എ എന്ന് പറയുന്നതാണ്, അതായത് ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു പൈ ഡി, അതിൻ്റെ സർക്കംഫറൻസിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ഗിവ്സ് ദ വോളിയം. സോ പൈ ഡി ഇൻറ്റു എ ഇൻറ്റു റോ ഗിവ്സ് ദ ഡെൻസിറ്റി. സോ പൈ ഡി ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ബി ഇൻറ്റു ടി എന്ന് എടുക്കാം. അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ബ്രെഡ്ത്ത് ഈസ് ടോയ്സ് ദ തിക്നെസ് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ബ്രെഡ്ത്തിന് വേണമെങ്കിൽ 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് മാസ് ഓൾറെഡി കിട്ടി. പിന്നെ ഡയമീറ്റർ അറിയാം. ഡയമീറ്റർ നമുക്ക് മുമ്പ് ഇവിടുന്ന് കിട്ടിയായിരുന്നു 0.92. പിന്നുള്ളത് നമുക്ക് അറിയാവുന്നത് ബീനെ നമ്മൾ 2t കൺവേർട്ട് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ കാൽക്കുലേറ്റ് ഓൺലി അൺനോൺ ഈസ് ടി ഹിയർ. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് തിക്നെസ് ആൻഡ് നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ബ്രെഡ്ത്ത് ആൾസോ. ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മേണ്ട ഇക്വേഷൻ ദ ലീനിയർ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു √σ/ρ. അത് വെച്ചിട്ട് നമ്മൾ ലീനിയർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ നമ്മൾ ഡയമീറ്റർ എടുക്കുക. ഡയമീറ്റർ എടുത്തിട്ട് നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഏതെങ്കിലും ഇക്വേഷൻ വെച്ച് നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മാസിൻ്റെ ഇക്വേഷനൊക്കെ അറിയാം, പൈ ഡി എ ഇൻറ്റു റോ. അവിടെ എ എന്ന് പറയുന്നത് ആണ് ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നത്. സോ ഫ്രം ദെയർ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ബി ആൻഡ് ടി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയോളൂ. ഇവിടെ നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രം, ടേണിംഗ് മൊമെൻറ്റ് സക്ഷൻ സ്ട്രോക്കിൽ എനർജി അവർ തന്നിട്ടുണ്ട് 5 × 10⁻⁵. ഓക്കെ, എല്ലാം ട്രയാങ്കുലർ ഏരിയ ആയിട്ട് തന്നേക്കുന്നത്. കംപ്രഷൻ സ്ട്രോക്കിൽ തന്നിട്ടുണ്ട് 21 × 10⁻⁵. എക്സ്പാൻഷൻ സ്ട്രോക്കിൽ 85. എക്സോസ്റ്റ് സ്ട്രോക്കിൽ 8 × 10⁻⁵. ഓക്കെ, അസ്യൂമിങ് ദ റെസിസ്റ്റൻറ്റ് ടോർക്ക് ഈസ് കോൺസ്റ്റൻറ്റ് ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഫസ്റ്റ് പാർട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ആൾസോ ഫൈൻഡ് ദ സൈസ് ഓഫ് ദ ഫ്ലൈ വീൽ ബേസ്ഡ് ഓൺ ദ മിനിമം മെറ്റീരിയൽ ക്രൈറ്റീരിയൻ. ഡെൻസിറ്റി എന്നുണ്ട് അലൗബിൾ ടെൻസൈൽ സ്ട്രെസ് ഓർ ഹൂപ്പ് സ്ട്രെസ് 7.5. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് റെക്ടാങ്കുലർ. ഓക്കെ, വൺ സൈഡ് ബീയിങ് 4 times ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്. അപ്പോൾ ഇതുപോലെ തന്നെ എടുത്താൽ മതി. ബ്രെഡ്ത്ത് ഈസ് 4 times ദ തിക്നെസ്. വൺ സൈഡ് അത് പറഞ്ഞ് തിരിച്ചു കൊടുക്കാം. ഒരു വൺ സൈഡ് ഈസ് 4 times അതെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് ബ്രെഡ്ത്താണ് കൂടുതലായിട്ട് വരിക, തിക്നെസ് എല്ലാം കൂടുതൽ. സോ നമ്മൾ ബ്രെഡ്ത്ത് ഈസ് 4 times തിക്നെസ്സിന് എടുത്തു. ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിനകത്ത് വേറെ കൺഫ്യൂഷനുകളൊന്നുമില്ല.
നിങ്ങൾ നോക്കിയുള്ളൂ ടി മീൻ മുമ്പ് നമ്മൾ പഠിച്ച സെയിം തന്നെ. സോ ഡെൽറ്റ ഐ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് തന്നിരിക്കുന്ന ഏരിയ എന്ന് ഡെൽറ്റ ഐ കെട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഐ. സോ നമുക്ക് ഫസ്റ്റ് പാർട്ടായി ഐ എന്നുള്ള പാർട്ടായി. ഇനി അടുത്ത് സൈസ് ഓഫ് ദ ഫ്ലൈ വീലാണ് നമുക്ക് വേണ്ടത്. സൈസ് ഓഫ് ദ ഫ്ലൈ വീൽ 5 എന്നുള്ള ഫസ്റ്റ് പാർട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് ഓൾറെഡി ഞാൻ ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് സൈസ് ഓഫ് ദ ഫ്ലൈ വീൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ ആ ഒരു ഇതെടുത്തു. ദാറ്റ് ഈസ് റോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ. ഓക്കെ, സോ സിഗ്മ ഹൂപ്പ് സ്ട്രെസ് നമുക്ക് അറിയാം 7.5 × 10⁶. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീനിയർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ലീനിയർ വെലോസിറ്റി 30.3. സോ ഇവിടെ നമുക്ക് ലീനിയർ വെലോസിറ്റി ഈക്വൽ ടു πdn/60. അവിടെ നമുക്ക് ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മാസ് ആണ്. മാസ് നമുക്ക് ഡെൽറ്റ ഐ അറിയാം. അവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ അവിടുത്തെ മാസ് കാൽക്കുലേറ്റ് ചെയ്യും. മാസ് ഇസ് ഈക്വൽ ടു mv²/cs. ബാക്കി എല്ലാ ടേമുകളും നമുക്ക് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ മാസ്. മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലം പോലെ തന്നെയാണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ πd ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു സർക്കംഫറൻസ് ഇൻറ്റു അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എ ഇൻറ്റു ഡെൻസിറ്റി റോ. ഡെൻസിറ്റി തന്നിരിക്കുന്നത് അവർ നിങ്ങൾ നോക്കിക്കോളൂ. ഡെൻസിറ്റി വേറെ ടേമിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ബൈ ജി വെച്ച് അവർ കിലോ ഓക്കെ അത് 9.8 കൊണ്ടുള്ള കൺവേർഷൻ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അത് ചെയ്തു. സോ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എന്ത് കിട്ടും? അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഏരിയയ്ക്ക് നമ്മൾ ബിയും ടിയും സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. ബിയും ടിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി അഗെയിൻ ഗോട്ട് ദ വാല്യൂ ഓഫ് തിക്നെസ് ഫ്രം ദിസ് ഇക്വേഷൻ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 4 times തിക്നെസ്. ദെൻ യു ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ബി ആൾസോ. അങ്ങനെയാണ് അതിനകത്തൊരു സൈസ് ഓഫ് ദ ഫ്ലൈ വീൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. ഒന്നില്ലെങ്കിൽ നമ്മൾ കൂടുതലും ഫസ്റ്റ് പാർട്ട് സൈസ് ഓഫ് ഫ്ലൈ വീലിൽ ചോദിച്ചിട്ടുണ്ടോ? 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കൂടുതലും ഫസ്റ്റ് പാർട്ടിലുള്ള പ്രോബ്ലം തന്നെയാണ് ചോദിക്കാറ്. ഇനി ഫ്ലൈ വീലിൽ ഒരു 5% ഇതും കൂടി നമുക്ക് സിലബസിലുണ്ടോയെന്ന് അറിയില്ല. ഫ്ലൈ വീലിൽ അനാലിസിസ് ജനറലായിട്ട് പറഞ്ഞു തരണം സിലബസിൽ. അതുകൂടി നമുക്കത് കവർ ചെയ്യാണ്ട്. പക്ഷേ അത് ഞാൻ ലാസ്റ്റ് എടുക്കുന്നുള്ളൂ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാരണം ഞാൻ ലാസ്റ്റ് എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത പോർഷൻ നമുക്ക് വരുന്നത് ബാലൻസിങ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻ നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.